സ്വപ്ന, ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മൊബൈലും മെമ്മറി കാർഡും അത് രണ്ടും ഇനിയും കണ്ടെടുക്കാൻ കഴിയില്ല. അപ്പം ആ സംഭവം അത് ഈ കേസിനെ എത്ര കണ്ട് ബാധിക്കാനിടയുണ്ട്? സേതു, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകളായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ, അതായത് മറ്റൊന്ന് ഒറിജിനൽ മെമ്മറി കാർഡ്. ഇത് രണ്ടും ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ മൊബൈൽ ഫോൺ ആദ്യഘട്ടത്തിൽ തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പൾസർ സുനി മൊഴി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പൾസർ സുനി വിവിധ ഇടങ്ങളിൽ ഈ പോലീസിനെ ചിറ്റിച്ച ഒരു കേസ് കൂടിയാണത്. കാരണം ആദ്യഘട്ടത്തിൽ പൾസർ സുനി പറഞ്ഞത് ഇത് കായലിൽ എറിഞ്ഞു എന്നതായിരുന്നു. പിന്നീട് ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ കളഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. മറ്റൊന്ന് വെണ്ണലയിലെ ഒരു കാനയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ്. അതിനുശേഷം കാനയിൽ പരിശോധന നടത്തി ഈ കായലിൽ കളഞ്ഞു എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ മുങ്ങൽ വിദഗ്ധരെ വെച്ച് കായലിൽ മുങ്ങിത്തപ്പുകയൊക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ വേണ്ടി. അതിനുശേഷമാണ് പ്രതീഷ് ചാക്കോ എന്ന അഭിഭാഷകനെ ഇത് ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രതീഷ് ചാക്കോയും അതോടൊപ്പം തന്നെ പ്രതീഷ് ചാക്കോയുടെ ജൂനിയറായ രാജു എന്ന അഭിഭാഷകനും ഇതിൽ കേസിൽ പ്രതികളാകുന്നത്. ഇവർ പറഞ്ഞു ഇവർ നശിപ്പിച്ചു എന്ന് പറയുകയും പിന്നീട് അത്തരത്തിൽ നശിപ്പിച്ചില്ല, ഇതേക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് എന്ന രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അതിനുശേഷം ഈ രീതിയിൽ എഴുതി വെച്ചതുകൊണ്ട് കുറ്റപത്രത്തിൽ അത്തരത്തിൽ എഴുതിയതുകൊണ്ട് ഈ രണ്ടുപേരെയും ഈ പ്രതിസ്ഥാനത്ത് നിന്ന്, അതായത് ഈ അഭിഭാഷകർ രണ്ടുപേരെയും ഒഴിവാക്കിയായിരുന്നു. ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഇതുവരെയും പോലീസിന് ഇതെവിടെ പോയി എന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഒറിജിനൽ മെമ്മറി കാർഡ്, ഈ മെമ്മറി കാർഡ് എവിടെ എന്ന കാര്യത്തിലും ഇപ്പോഴും ശൂന്യതയിൽ തന്നെയാണ്. അതിലും കൃത്യമായ ഉത്തരമില്ല. പക്ഷേ നിലവിൽ പോലീസിൻ്റെ തെളിവായിട്ട് ലഭിച്ചിട്ടുള്ള മെമ്മറി കാർഡ് ആലപ്പുഴയിലെ പൾസർ സുനിയുടെ സുഹൃത്തായ മനു എന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ വെച്ച് പകർത്തിയെടുത്ത ഒരു ദൃശ്യങ്ങളടങ്ങിയ ഒരു മെമ്മറി കാർഡ് മറ്റൊരു അഭിഭാഷകനെ, അതായത് പൗലോസ് എന്ന ഒരു അഭിഭാഷകനെ ഏൽപ്പിച്ചിരുന്നു. ഈ അഭിഭാഷകൻ ഈ മെമ്മറി കാർഡ് കോടതിക്ക് സമർപ്പിച്ചു. അതിനുശേഷം കോടതിയിൽ നിന്നാണ് പോലീസ് ഈ മെമ്മറി കാർഡ് എടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ തെളിവായിട്ടുള്ള മെമ്മറി കാർഡ്, ഡ്യൂപ്ലിക്കേറ്റ് മെമ്മറി കാർഡ് കിട്ടിയിട്ടുള്ളത്. ഒറിജിനൽ മൊബൈൽ ഫോണും മെമ്മറി കാർഡും ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കേസിനെ സംബന്ധിച്ച് അതും വലിയൊരു ഘടകം തന്നെയാണ്. കാരണം ഒറിജിനലായ ഒരു മൊബൈൽ ഫോൺ എവിടെ എന്നത് സംബന്ധിച്ച്. പക്ഷേ പൾസർ സുനിയെ സംബന്ധിച്ച് ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യമോ അല്ലെങ്കിൽ മെമ്മറി കാർഡിൻ്റെ കാര്യമോ അല്ലെങ്കിൽ താൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന കാര്യമോ ഒന്നും തന്നെ പൾസർ സുനി ഇതിൽ ഒരു വാദത്തിനിടെയും അത് ഡിഫെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പൾസർ സുനിയുടെ കാര്യത്തിൽ ഒരു സംശയവും ആരും പറയുന്നില്ല ഈ ശിക്ഷയും സംബന്ധിച്ച്. മറ്റുള്ള പ്രതികളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും അഭിഭാഷകരെ വെച്ച് വാദം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. പൾസർ സുനിക്ക് നമുക്കറിയാം അവസാന ഘട്ടത്തിൽ മാത്രമാണ് അഭിഭാഷകൻ വാദം നടത്താനും ഈ കേസിൽ കൗണ്ടർ ചെയ്യാനും ഒക്കെ എത്തിയിരുന്നത്. ഏതായാലും ഇതുവരെയും ഈ ഒറിജിനൽ ഫോണും മെമ്മറി കാർഡും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ കേസിലെ ഏറ്റവും പുതിയ വസ്തുത. ഓക്കെ സ്വപ്ന, ശരി.